വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അധിനിവേശ കിഴക്കൻ ജെറുസലേമിൽ ആയിരക്കണക്കിന് കുടിയേറ്റക്കാരും തീവ്ര ദേശീയവാദികളും അൽ-അക്സ മസ്ജിദ് കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി. മസ്ജിദുൽ അക്സയിലേക്ക് അതിക്രമിച്ചു കയറാൻ നേതൃത്വം നൽകിയത് തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇത്മർ ബെൻഗവീർ ആയിരുന്നു. പള്ളിയിൽ അതിക്രമിച്ചു കയറി അല്ലെങ്കിൽ പള്ളി കയ്യേറിക്കൊണ്ട് ജൂത ഹോളിഡേ ആഘോഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതേസമയം പള്ളിക്കുള്ളിൽ കടക്കുന്നതിനുള്ള അവരുടെ ശ്രമത്തെ ഇസ്രായേൽ പോലീസ് തടഞ്ഞു. മക്കയും മദീനയും കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പവിത്രമായ ദേവാലയമാണ് മസ്ജിദുൽ അക്സ. ഖുർആനിൽ പലതവണ പ്രതിപാദിച്ചിട്ടുള്ള ദൈവഗ്രഹം കൂടിയാണ് അക്സ. ആ പള്ളിയിലേക്കാണ് ജൂത തീവ്രവാദികൾ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചത്. അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുമെന്നത് ഇന്ന് അത് കാരണമാകും. വംശപരിമുക്ത ജൂത തീവ്രവാദികളുടെ ലക്ഷ്യവും അതുതന്നെയായിരിക്കണം. ഇസ്രായേൽ ഗവൺമെന്റ് യഹൂദന്മാരെ അവിടെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ടെങ്കിലും നിരവധി ജൂതർ അവിടെ മതപരമായ ചടങ്ങുകൾ നടത്തി. കൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുവാനി ഗ്രാമം ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമിച്ചു. ഹെബ്രോണിനടുത്തുള്ള ഫലസ്തീൻ ഗ്രാമങ്ങൾ റെയ്ഡ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വന്ന ആഹ്വാനത്തെ തുടർന്നായിരുന്നു ആക്രമണം. ആക്രമണകാരികൾ ഇസ്രായേലി ഫോഴ്സിന്റെ സഹായത്തോടെയാണ് വന്നത്. മാത്രമല്ല ഇസ്രായേലി സ്നൈപ്പേഴ്സിന്റെയും സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ 2 റോക്കറ്റുകൾ ഇസ്രായേലി തലസ്ഥാനമായ ടെലവീവിനെ ലക്ഷ്യമാക്കി ഗസയിൽ നിന്നും കുതിച്ചു. ടെലവീവിൽ അവ വീണ് തകർക്കുന്നതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. എന്നാൽ കാഷ്വാലിറ്റികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലി മിലിറ്ററി പറയുന്നത് ഒരു റോക്കറ്റ്, അതും ഗസയിൽ നിന്നും തൊടുത്തത് സെൻട്രൽ ഇസ്രായേലിന്റെ സമുദ്രമേഖലയിൽ പതിച്ചുവെന്നാണ്. ഗസയിൽ നിന്നും ഹമാസ് തൊടുത്ത റോക്കറ്റാണ് സെൻട്രൽ ഇസ്രായേലിലെ സമുദ്രതീരത്ത് പതിച്ചത്. ഇവിടെ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എത്ര നാശനഷ്ടമുണ്ടായി എന്നതല്ല വിഷയം. കഴിഞ്ഞ 10 മാസക്കാലത്തെ ശക്തമായ വ്യോമാക്രമണവും മാസങ്ങളായുള്ള ഇസ്രായേലിന്റെ കരയുദ്ധത്തിനും ഒന്നിനും തന്നെ ഹമാസിനെയോ ഫലസ്തീനിലെ മറ്റു സായുധ വിഭാഗങ്ങളെയോ കാര്യമായി ശക്തി കുറക്കാനോ നശിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ റോക്കറ്റ് ആക്രമണത്തിലൂടെ മനസ്സിലാക്കാനാവുന്നത്. 2 ദിവസം കൊണ്ട് ഫലസ്തീനെ അല്ലെങ്കിൽ ഗസയെ ഒന്നുമല്ലാതാക്കുമെന്ന് വീമ്പിളക്കിയ നെതന്യാഹു ഇപ്പോൾ ശരിക്കും വിയർത്തിരിക്കും. 10 മാസങ്ങൾക്ക് ശേഷവും ഹമാസിന് ഗസയിൽ നിന്നും റോക്കറ്റ് അയക്കാൻ കഴിയുന്നുവെങ്കിൽ ഏത് ഹമാസിനെയാണ് ഇത്രയും നാൾ വരെ അവർ കൊന്നൊടുക്കിയത് എന്ന ചോദ്യം ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഗസയിൽ ബോംബ് വീഴാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. ഗസയിൽ റോക്കറ്റുകളും മറ്റും സൂക്ഷിക്കാൻ ആവശ്യമായ ഒരു കെട്ടിടവും ഇസ്രായേൽ ബാക്കി വെച്ചിട്ടില്ല. എല്ലാ ഭൂഗർഭ അറകളും ഇസ്രായേൽ നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു. എന്നിട്ടും വർദ്ധിത വീരത്തോടെ റോക്കറ്റുമായി ഹമാസ് ഇപ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയുടെ ചേലിൽ ചിറക് വിരിച്ച് പറന്നുയരുന്നു. ഇതിനെയല്ലേ മഹാത്ഭുതം എന്ന് പറയേണ്ടത്. ഇവിടെയല്ലേ ഇസ്രായേൽ നിശേഷം തകർന്നു പോകുന്നത്. ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇത്മർ ബെൻഗവീറിന്റെ നേതൃത്വത്തിൽ 3000-ലധികം വരുന്ന തീവ്രവാദി വിഭാഗം മസ്ജിദുൽ അക്സ കൈയടക്കാൻ പോയ അതേ സമയം തന്നെയാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം എന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. മസ്ജിദുൽ അക്സയിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് അർഹത മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. ആ ആരാധനാലയത്തിലേക്കാണ് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും ഇപ്പോൾ ഇസ്രായേലി സൈന്യം അനുവദിക്കാത്തത്. ആ സ്ഥലത്താണ് ഇപ്പോൾ ബെൻഗവീർ പ്രകോപനമുണ്ടാക്കുന്നതിനും പിടിച്ചെടുക്കുന്നതിനു വേണ്ടി 3000-ലധികം വരുന്ന ജൂതന്മാരുമായി അതിക്രമിച്ചു കയറിയത്. ജൂതർക്ക് വേണ്ടി പള്ളി തുറന്നു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതേസമയം തെക്കൻ ലെബനാനിൽ ഒരു കാറിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഈയിടെയായി ലെബനാനിൽ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങൾ കൂടെ സംഭവിക്കുന്നത്. ഇന്നും ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച് തന്നെയാണ് കാർ ആക്രമണം നടത്തിയത്. ലെബനൻ ബോർഡറിൽ നിന്നും 8 കിലോമീറ്റർ ഉള്ളിൽ ബരാശത്തിനും ബെയ്ത്ത് യാനൂനിനും ഇടയിലുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കാറിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. ലെബനനിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 പേരും ഹിസ്ബുള്ള മെമ്പർമാരാണെന്നാണ് പറയപ്പെടുന്നത്. സദേൺ ലെബനനിലെ ഷാഖീൻ, കഫർ ഹമാമ, നഖുറ എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ശക്തമായ പീരങ്കി ഷെല്ലിങ്ങും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലി ലക്ഷ്യങ്ങളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ തിരിച്ചും നടക്കുന്നുണ്ട്. ഹിസ്ബുള്ള പറയുന്നത് അവർ ഇസ്രായേലി സെറ്റിൽമെന്റിലേക്ക് നേരെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. സെറ്റിൽമെന്റുകളിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കാഷ്വാലിറ്റികൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. അവർ അധിനിവേശ കഫർ ഹില്ലിലെ സമാഖയിൽ ശക്തമായ ആക്രമണം നടത്തിയതായും ഇസ്രായേലിന്റെ എസ്പിയോണേജ് ഉപകരണങ്ങൾ നശിപ്പിച്ചതായും അവകാശപ്പെടുന്നുണ്ട്. ഈ ചാരപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾ തകർക്കുന്നതിലൂടെയാണ് ഹിസ്ബുള്ള അവരുടെ ഡ്രോണുകളെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാൻ പ്രാപ്തമാക്കുന്നത്. സെൻട്രൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർ തകർന്ന ബിൽഡിങ്ങുകൾക്കിടയിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം പറയുന്നത്. ഇസ്രായേൽ സേന ഇപ്പോൾ നിരന്തരം വേട്ടയാടുന്നത് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്ങിക്കഴിയുന്ന ഫലസ്തീനികളെയാണ്.
തിങ്കളാഴ്ച ഖാൻ യൂനിസിലെ ഒരു കെട്ടിടത്തിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ജീവനോട് ബാക്കിയായത് 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം കൊല്ലപ്പെട്ടത് കുട്ടിയുടെ 5 സഹോദരങ്ങളും കൂടിയാണ്. വേറെ 3 കുട്ടികളുടെ മാതാപിതാക്കളും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ ഇപ്പോഴും ഹമാസിന്റെ പോരാളികളും ഇസ്രായേൽ സേനയും ശക്തമായി ഏറ്റുമുട്ടുന്നുണ്ട്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് വീമ്പിളക്കുന്ന ജനോസൈഡ് ബൈഡന്റെ ഭരണകൂടം ഇസ്രായേലിന് $20 ബില്യൺ ആയുധങ്ങൾ വിൽക്കുകയാണ് ഇപ്പോൾ. ദിനംപ്രതി ഗസയിൽ കൂട്ടക്കൊല അധികരിക്കുമ്പോഴും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഗസയിൽ ഒരു അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴുമാണ് അമേരിക്ക ഈ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി കാണിക്കുന്നത്. ഈ കച്ചവടത്തിലൂടെ ഇസ്രായേൽ സ്വന്തമാക്കുന്നത് യുദ്ധവിമാനങ്ങളും എയർ ടു എയർ മിസൈലുകളുമാണ്. അടുത്ത ദിവസങ്ങളിലായി വെടിനിർത്തൽ കരാറിന്റെ ചർച്ച പുനരാരംഭിക്കാനിരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം. മേഖലയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അത് ഇസ്രായേലിന്റെ മേലുള്ള ഇറാന്റെ ആക്രമണത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ അതേ ബൈഡൻ തന്നെയാണ് ഇസ്രായേലിനെ മേഖലയെ പ്രക്ഷുബ്ധമാക്കാൻ കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഏത് നിമിഷവും ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന രീതിയിലാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ആയുധക്കച്ചവടം നടക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെയാണ് അമേരിക്ക. അവർക്ക് അവരുടെ സാമ്പത്തിക ലാഭം മാത്രമാണ് വലുത്. അതിനിടയിൽ ലോകത്ത് ആര് മരിച്ചാലും ആര് കൊന്നാലും അവർക്ക് വിഷയമില്ല. കൊല്ലുന്നത് അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ മൗനം അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമാണ്. അതല്ലെങ്കിൽ അമേരിക്ക ആ രാജ്യത്ത് കയറി നിരങ്ങും. ലോകത്തിൽ ആദ്യം നശിച്ചില്ലാതാവേണ്ടത് അമേരിക്കയാണ്, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ്. അമേരിക്കയുടെ ആഗോളാധിപത്യം ഇല്ലാതായെങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാകൂ, ചെറിയ രാജ്യങ്ങൾക്ക് വളർന്നു വരാനാകൂ. അമേരിക്കൻ സൈന്യം സഹായിക്കാൻ എന്ന പേരിലാവട്ടെ, അതിക്രമിക്കാൻ എന്ന പേരിലാവട്ടെ, അവർ കയറി ചെന്ന ഒരു രാജ്യങ്ങളും പിന്നീട് ഇത് സമാധാനം ഉണ്ടായിട്ടില്ല, ഒരു രാജ്യങ്ങളും പിന്നീട് വളർന്നു വന്നിട്ടില്ല.